പ്രിയപ്പെട്ടവരെ, ഫ്രഞ്ച് കവിയായ അലൈൻ ദ ലിലിയുടെ വിഖ്യാതമായ മധ്യകാലഘട്ടത്തിലെ ഒരു വാചകമുണ്ട്. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം. എല്ലാ വഴികളും റോമിലേക്കാണ്. ഈ ഒരു ചൊല്ല് അന്വർത്ഥമാകുമാറ് എല്ലാ വഴികളും, എല്ലാ കണ്ണുകളും വത്തിക്കാനിലേക്ക് തുറന്നിരിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശുദ്ധ പത്രോസിന്റെ 267ാമത്തെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള കർദിനാൾ സംഘത്തിന്റെ കോൺക്ലേവിന്റെ തീയതി മെയ് മാസം 7-ാം തീയതിയിലേക്ക് കർദിനാൾ സംഘം നിശ്ചയിച്ചിരിക്കുകയാണ്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ 140 കോടി കത്തോലിക്കരുടെ പരമാധ്യക്ഷൻ എന്നതിലപ്പുറം ലോകത്തിന്റെ മനസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ്, അതുകൊണ്ട് തന്നെ മാനവികതയെ സ്നേഹിക്കുന്ന, സംസ്കാരങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന, ലോകത്തിന്റെ മനസാക്ഷി അഭംഗുരം കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും, ലോക നേതാക്കളുടെ, മാധ്യമങ്ങളുടെ, നിരീക്ഷകരുടെ ഒക്കെയും സവിശേഷമായ ഒരു ശ്രദ്ധയുടെ വിഷയമാണ്. മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അഭ്യൂഹങ്ങൾക്കോ കിംവദന്തികൾക്കോ അപ്പുറം എന്താണ് കോൺക്ലേവിന്റെ നടപടിക്രമങ്ങളുടെ യാഥാർത്ഥ്യം? ഈ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് മാർപ്പാപ്പമാരുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന കോൺക്ലേവിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കും നടപടിക്രമങ്ങളിലേക്കുമാണ്. 2025 മെയ് മാസം 7-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക സഭയുടെ പ്രാർത്ഥനാചരണവും ദുഃഖാചരണവുമായ നൊവെംദിയാലിസിന്റെ പ്രാർത്ഥനകൾക്ക് ശേഷം കർദിനാൾ സംഘം ഒരുമിച്ചുകൂടി ചരിത്രപ്രസിദ്ധമായ മൈക്കൽ ആഞ്ചലോയുടെ വിഖ്യാത ചിത്രങ്ങളുടെ ഖ്യാതി പേറുന്ന സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുന്നത്. 1996 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേജിസ് ഓഫ് ദ ഹോൾ ഫ്ലോക്ക് ഓഫ് ദ ലോർഡ് എന്ന നിയമാവലിയുടെ അടിസ്ഥാനത്തിലാണ് പത്രോസിന്റെ പിൻഗാമിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളിൽ 2007-ലും 2013-ലും ബെനഡിക്റ്റ് മാർപ്പാപ്പ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺക്ലേവിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നിലവിലുള്ള ഒരു മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് ശ്ലൈഹിക സിംഹാസനം ശൂന്യമാകുന്നുവെന്ന് കമർലെങ്കോ പ്രഖ്യാപിക്കുമ്പോൾ സേദെ വെക്കാന്തെ എന്ന് ലത്തീൻ ഭാഷയിൽ അറിയപ്പെടുന്ന ഈ ഒരു കാലയളവിൽ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കർദിനാൾ സംഘം ഒരുമിച്ചുകൂടി പത്രോസിന്റെ അടുത്ത ശ്ലൈഹിക പിൻഗാമിയെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് സഭയുടെ നിയമത്തിലുള്ളത്. അതനുസരിച്ച് 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾ സംഘത്തിനാണ് വോട്ടെടുപ്പിനുള്ള അവകാശമുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ 252 കർദിനാൾമാരാണ് ആഗോള കത്തോലിക്ക സഭയിൽ ഉള്ളതെങ്കിൽ അതിൽ 135 പേരാണ് ഈ 80 വയസ്സിൽ താഴെയുള്ളവരും അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുള്ളവരുമായിട്ടുള്ളത്. അവരിൽ 53 പേർ യൂറോപ്യൻ വൻകരയിൽ നിന്നുള്ളവരാണ്, 23 പേർ ഏഷ്യയിൽ നിന്നുള്ളവരാണ്, 18 പേർ ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ്, 37 പേർ അമേരിക്കൻ വൻകരകളിൽ നിന്നുള്ളവരാണ്, 4 പേർ ഓഷ്യാനയിൽ നിന്നുള്ളവരാണ്. അങ്ങനെ ഈ 135 കർദിനാളന്മാരിൽ രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ളത് ഇറ്റലിയിൽ നിന്നാണ്. 17 പേരാണ് ഇറ്റലിയിൽ നിന്നുള്ളത്. 2-ാം സ്ഥാനത്ത് അമേരിക്കൻ ഐക്യനാടുകളാണ്. US-ൽ നിന്ന് 10 കാർഡിനൽസ് അമേരിക്കയിൽ നിന്നുണ്ട്. എന്നാൽ ഈ 135 കർദിനാളന്മാർ ഒരുമിച്ചുകൂടി മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് കോൺക്ലേവിൽ 267ാമത്തെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമമാണ്. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ മെയ് മാസം 7-ാം തീയതി രാവിലെ കാർഡിനൽസ് ഒരുമിച്ച് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഔദ്യോഗികമായ കോൺക്ലേവിന്റെ ആരംഭം നടക്കുന്നത്. തുടർന്ന് ഉച്ചകഴിഞ്ഞ് പത്രോസിന്റെ ബസിലിക്കയിൽ നിന്ന് ഔദ്യോഗികമായ കോൺക്ലേവ് നടക്കുന്ന സ്ഥലമായ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാളന്മാരുടെ ആഘോഷമായ പ്രദക്ഷിണം. ആ പ്രദക്ഷിണ സമയത്ത് സഭയുടെ പൗരാണികമായ പരിശുദ്ധാത്മാവിനോടുള്ള ഗീതം ലത്തീൻ ഭാഷയിൽ വേനി ക്രയത്തോർ സ്പിരിത്തൂസ് എന്ന് പറയുന്ന
വിഖ്യാതമായ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രൊസഷൻ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നടക്കുന്നത്. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് താമസിക്കുന്നത് ദോമൂസ് സാന്ത മാർത്ത എന്നറിയപ്പെടുന്ന ഹോട്ടലിലാണ്. വത്തിക്കാന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള ഹോട്ടലിലാണ്. അവർ സമ്മേളിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ സിസ്റ്റൈൻ ചാപ്പലിലാണ്. കോൺക്ലേവിന്റെ ദിവസങ്ങളിൽ ഈ രണ്ട് സ്ഥലങ്ങളിലൊഴികെ മറ്റൊരിടത്തേക്കും കർദിനാളന്മാർ കടന്നു പോകുന്നില്ല. കോൺക്ലേവ് എന്ന ലാറ്റിൻ വാക്കിന്റെ തന്നെ അർത്ഥം ഓൺകീസ്. ഈ സമ്മേളനത്തിന്റെ പത്രോസിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള ഈ നടപടിക്രമത്തിന്റെ രഹസ്യാത്മകതയും അതിൽ പങ്കെടുക്കുന്നവർ ബാഹ്യലോകത്തോടുള്ള സമ്പർക്കത്തിൽ നിന്ന് മാറി ധ്യാനപൂർവകമായ പ്രാർത്ഥനയിലും വിചിന്തനത്തിലും ചെലവഴിക്കുന്നതിന്റെ പ്രാധാന്യത്തെയാണ് ഈ ഒരു വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്ലേവ് ദിവസങ്ങളിൽ അതിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിന് ബാഹ്യലോകത്തോട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും ഉണ്ടാവുന്നില്ല. കോൺക്ലേവ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിൽ തന്നെ മറ്റാർക്കും നിരവധി തീർത്ഥാടകരുടെ, ടൂറിസ്റ്റുകളുടെ നിരന്തര സന്ദർശനത്തിന്റെ വേദിയായ സിസ്റ്റൈൻ ചാപ്പൽ കോൺക്ലേവിന്റെ തീയതി പ്രഖ്യാപിച്ച നിമിഷം മുതൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി കോൺക്ലേവ് കഴിയുന്നതുവരെ ബാഹ്യലോകത്തിന് അവിടേക്ക് പ്രവേശനമുണ്ടാവുന്നില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഗൗരവമായ രഹസ്യാത്മകതയും ബാഹ്യലോകത്തിന്റെ യാതൊരു സമ്പർക്കങ്ങളും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതുമാണ്. സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രാർത്ഥനാ നിർഭരരായി പ്രവേശിക്കുന്ന കാർഡിനൽ സംഘം ആദ്യം ചെയ്യുന്നത് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. മൂനൂസ് പൈത്രേനും പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ സാർവത്രിക സഭയെ നയിച്ചുകൊള്ളാമെന്നാണ് ആദ്യമേ ഈ കാർഡിനൽ സംഘം തങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നയിച്ചുകൊള്ളാമെന്നാണ് ആദ്യത്തെ പ്രതിജ്ഞ എടുക്കുന്നത്. അതിനെ തുടർന്ന് അതോടൊപ്പം തന്നെ കോൺക്ലേവിന്റെ ഈ നടപടിക്രമങ്ങൾ തികച്ചും രഹസ്യാത്മകമായി പാലിക്കും എന്ന് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ രഹസ്യാത്മകത അതിന്റെ സൂക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്യുന്നു. മറ്റ് ബാഹ്യ ഇടപെടലുകൾക്ക് തങ്ങൾ വശംവദരാകില്ലെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം വത്തിക്കാന്റെ ഔദ്യോഗിക മാസ്റ്റർ ഓഫ് സെറിമണീസ് ആർച്ച് ബിഷപ്പ് ദിയേഗോ റവേല്ലി കോൺക്ലേവിൽ പങ്കെടുക്കാത്ത എല്ലാവരോടും അതിൽ നിന്ന് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും അദ്ദേഹവും അതോടൊപ്പം തന്നെ ഈ കാർഡിനൽ സംഘത്തിന് കോൺക്ലേവിന് ഒരുക്കമായിട്ടുള്ള ഒരു പ്രാരംഭ ധ്യാനം നടത്താനായിട്ടുള്ള പ്രീച്ചറും മാത്രം അവിടെ അവശേഷിക്കുകയാണ്. മാർപ്പാപ്പയുടെ സ്ഥാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തിന്റെ മനസാക്ഷിയായിട്ട് എങ്ങനെയാണ് വലിയ മുക്കുവൻ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിക്ക് പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രസക്തി എന്താണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും സഭയുടെ പാരമ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നടത്തുന്ന ഹ്രസ്വമായ ഒരു ധ്യാന വിചിന്തനമാണ് തുടർന്ന് നടക്കുന്നത്. തുടർന്ന് ഓർദോ സാക്രോരും റീത്തും കോൺക്ലേവിഷ് എന്ന് ലത്തീൻ ഭാഷയിൽ അറിയപ്പെടുന്ന ഒരു നടപടി പ്രാർത്ഥനാ ക്രമമനുസരിച്ചുള്ള പ്രാർത്ഥനകളാണ് കാർഡിനൽ സംഘം നടത്തുന്നത്. ഇതോടുകൂടി ഈ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപ് തന്നെ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് ഒഴിച്ച് ബാക്കി എല്ലാവരും പുറത്തു പോവുകയും കർദിനാൾ സംഘത്തിന്റെ തലവൻ കാർഡിനൽ ജോവാനി ബത്തീസ്ത റേ വോട്ടെടുപ്പിന് കോൺക്ലേവിന്റെ നടപടിക്രമങ്ങൾക്ക് കാർഡിനൽ സംഘത്തോട് സമ്മതം ചോദിക്കുകയാണ്. കോൺക്ലേവിന്റെ ആദ്യ ദിവസം ഒരു വോട്ടെടുപ്പും മറ്റു ദിവസങ്ങളിലേക്ക് നീണ്ടാൽ ദിവസം 2 വോട്ടെടുപ്പ്, ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടും എന്നുള്ള രീതിയിലാണ് നടത്തുന്നത്. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിന്റെ നടപടിക്രമത്തിൽ വോട്ട് ചെയ്യുന്ന സമയത്ത് കാർഡിനൽ സംഘം ഒരു ബാലറ്റ് പേപ്പറിൽ ഒരു പേര് മാത്രമാണ് രേഖപ്പെടുത്താനായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്നത്. ഒന്നിലധികം പേരുകൾ രേഖപ്പെടുത്തിയാൽ ആ ബാലറ്റ് അസാധുവായിട്ട് മാറുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇത് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താരയുടെ താഴെയാണ് ബാലറ്റ് പേപ്പറുകൾ നിക്ഷേപിക്കാനുള്ള പെട്ടി സൂക്ഷിച്ചിരിക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിനെ നമുക്കൊക്കെ പരിചിതമാണ്. വിഖ്യാത ചിത്രകാരൻ, നവോത്ഥാന കാലഘട്ടത്തിന്റെ അനുഗ്രഹീത ചിത്രകാരൻ മൈക്കൽ ആഞ്ചലോയുടെ വിഖ്യാത ചിത്രങ്ങളായ അന്ത്യവിധി,
അതുപോലെ സൃഷ്ടി തുടങ്ങിയ ഇതിഹാസതുല്യമായ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സിസ്റ്റൈൻ ചാപ്പലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബാലറ്റ് പേപ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഓരോ കർദിനാളന്മാരും ഈ അൾത്താരയുടെ മുമ്പിലുള്ള ബാലറ്റ് പെട്ടിയുടെ അടുത്തേക്ക് വരുന്നത്. അവർ അൾത്താരയുടെ മുൻപിൽ വന്ന് തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാലറ്റ് ഉയർത്തി കാട്ടിക്കൊണ്ട് അവരിങ്ങനെ പ്രഘോഷിക്കുന്നു: ദൈവത്തിനു മുമ്പാകെ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തിക്കാണ് എൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് കർത്താവായ മിശിഹ എനിക്ക് സാക്ഷിയും വിധിയാളനുമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുകയും തുടർന്ന് സിസ്റ്റൈൻ ചാപ്പലിന്റെ അൾത്താരയെ വണങ്ങിയ ശേഷം തങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നത്. വിധിയാളനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ലാസ്റ്റ് ജഡ്ജ്മെന്റിന്റെ വിഖ്യാത ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള സിസ്റ്റൈൻ ചാപ്പലിന്റെ മുൻപിൽ, അൾത്താരയുടെ മുമ്പിൽ നിന്ന് കർദിനാൾ സംഘം പ്രഘോഷിക്കുക. ഓരോ കർദിനാളും ഏറ്റുപറയാണ്: ഞാൻ ചെയ്തിരിക്കുന്ന ഈ വോട്ട് പത്രോസിന്റെ പിൻഗാമിക്ക് തെരഞ്ഞെടുക്കുന്നതിനുള്ള ഏറ്റവും ശുദ്ധമായ മനസാക്ഷിയോടെയാണ്. അതിന് വിധിയാളനായ മിശിഹ സാക്ഷിയായിരിക്കട്ടെ എന്ന ഈ വോട്ടെടുപ്പിന്റെ പ്രക്രിയയ്ക്ക് ആദ്യം നടക്കുന്നത് കാർഡിനൽ സംഘത്തിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള വ്യക്തി, ഇപ്പോൾ അത് മലയാളിയായിട്ടുള്ള കാർഡിനൽ ജോർജ് കുവക്കാട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 തരത്തിലുള്ള ആളുകളെ ഇതിന്റെ വോട്ടെടുപ്പുമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ചുമതലക്കാരായിട്ട് തെരഞ്ഞെടുക്കും. ആദ്യത്തെ കൂട്ടർ സ്ക്രൂട്ടിനേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. 3 കാർഡിനൽസിനെ ആ ചുമതലയിലേക്ക് തെരഞ്ഞെടുക്കും. രണ്ടാമത് ഇൻഫർമിയറി അഥവാ രോഗികളായിട്ട് ഏതെങ്കിലും കാർഡിനൽസ് മുറിയിൽ കഴിയുന്നുണ്ട്, 80 വയസ്സിൽ താഴെയുള്ളവർ, ഈ കോൺക്ലേവ് ഹാളിലേക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ കടന്നു വരാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തികഞ്ഞ രഹസ്യാത്മകതയോടെ കോൺക്ലേവ് ഹാളിൽ നിന്ന് ബാലറ്റ് പെട്ടികൾ അവരുടെ മുറിയിൽ കൊണ്ടുപോയി വോട്ട് ശേഖരിച്ച ശേഷം തിരികെ അതേപോലെ കോൺക്ലേവ് ഹാളിലേക്ക് കൊണ്ടുവരാൻ ചുമതലപ്പെടുത്തുന്ന 3 പേര്. അതുപോലെ തന്നെ റിവിഷേഴ്സ് എന്നറിയപ്പെടുന്ന മറ്റു 3 പേർ. ഇങ്ങനെ 9 പേരുടെ ഈ കോൺക്ലേവിന്റെ നടപടിക്രമങ്ങളെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഇതിനുള്ള ബാലറ്റ് വിതരണം നടത്തുന്നത് ജൂനിയർ കാർഡിനൽ ഡീക്കൻ കാർഡിനൽ ജോർജ് കൂവക്കാടാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതല ഈ വോട്ടിങ്ങിന്റെ ഒരു ഫോർമലായ കമൻസ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിസ്റ്റൈൻ ചാപ്പൽ തുറക്കുന്നതും അടയ്ക്കുന്നതുമായ ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുക, ഈ ബാലറ്റുകൾ ഓരോ വോട്ടിങ്ങിനും അതിന്റെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് ശേഷം കത്തിക്കുന്നതിൽ സിസ്റ്റൈൻ ചാപ്പലിൽ താൽക്കാലികമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ചിമ്മിനിയിലൂടെയാണ് ബാഹ്യലോകം ഈ തെരഞ്ഞെടുപ്പിന്റെ പുരോഗതിയെക്കുറിച്ച് അറിയുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഓരോ ബാലറ്റിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ ആ ബാലറ്റ് പേപ്പറുകൾ എണ്ണി സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം അത് ഒരു പ്രത്യേക കെമിക്കൽ ചേർത്ത് കത്തിക്കുകയും സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുക ഉയരുമ്പോൾ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്ന് ബാഹ്യലോകത്തിന് അറിവ് ലഭിക്കുകയും ചെയ്യും. പുറത്ത് കാത്തു നിൽക്കുന്ന ജനസഹസ്രാബ്ദങ്ങൾക്ക് ആകാംക്ഷയോടെ വത്തിക്കാനിലേക്ക് നോക്കുന്ന നിരീക്ഷകർക്ക്, പ്രാർത്ഥന നിർഭരരായിരിക്കുന്ന വിശ്വാസികൾക്ക് കോൺക്ലേവ് ഹാളിലെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയാനുള്ള ഏക മാർഗം സിസ്റ്റൈൻ ചാപ്പലിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ചിമ്മിനിയിലൂടെ ഉയരുന്ന പുകയുടെ കളറാണ്. അത് കറുപ്പാണെങ്കിൽ ഈ നടപടിക്രമങ്ങൾ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വോട്ടെടുപ്പ് ഒരുപക്ഷെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള കോൺക്ലേവുകളിൽ ഏറ്റവും ദീർഘിച്ച കോൺക്ലേവ് എന്ന് പറയുന്നത് 1268 മുതൽ 1271 വരെ നടന്ന 3 വർഷം നീണ്ട ഒരു കോൺക്ലേവാണ്. എന്നാൽ ഏറ്റവും ചെറിയ കോൺക്ലേവ് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 1503 വെറും 10 മണിക്കൂർ കൊണ്ട് പോപ്പ് ജൂലിയസിനെ തെരഞ്ഞെടുത്തിട്ടുള്ള കോൺക്ലേവാണ് ഏറ്റവും ഹ്രസ്വമായിട്ടുള്ളത്. 2 ദിവസം കൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസിനെ തെരഞ്ഞെടുത്ത കോൺക്ലേവ് പൂർത്തിയാവുന്നത്. 3 ദിവസങ്ങൾ തുടർച്ചയായ 3 ദിവസങ്ങൾ നടന്നിട്ടും കോൺക്ലേവിൽ 2/3 ഭൂരിപക്ഷത്തോടുകൂടി ഒരു മാർപ്പാപ്പ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് പൂർണ്ണമായ ഇടവേളയ്ക്കും വിചിന്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു ദിവസത്തെ ഇടവേള നൽകുകയും അതിനുശേഷം മുൻ തിരഞ്ഞെടുപ്പുകളിൽ 1, 2 സ്ഥാനം കിട്ടിയ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വോട്ടെടുപ്പ് പ്രക്രിയ, കോൺക്ലേവ് പ്രക്രിയകൾ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
കോൺക്ലേവിന്റെ നടപടിക്രമത്തിലുള്ളത്. 2/3 ഭൂരിപക്ഷത്തോടെ നിയുക്ത മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പത്രോസിന്റെ പിൻഗാമിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ബാലറ്റുകൾ ശേഖരിക്കുകയും ഒരു പ്രത്യേക രാസവസ്തു ചേർത്ത് അത് കത്തിക്കുകയും ചെയ്യുമ്പോഴാണ് സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിക്കുടലിലൂടെ ലോകത്തിന് പ്രത്യാശയുടെ ഒരു മഹാസന്ദേശം നൽകിക്കൊണ്ട് ശുഭസൂചകമായ വെളുത്ത പുക ഉയരുകയും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മണികൾ മുഴങ്ങുകയും ചെയ്യുന്നത് വഴിയാണ് ലോകം പത്രോസിന്റെ 267ാമത്തെ പിൻഗാമി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് കാർഡിനൽ ഇൽഷൻ മോന്തിനേരി കർദിനാൾ തിരുസംഘത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ വത്തിക്കാന്റെ ഔദ്യോഗിക സെറിമണി മാസ്റ്റർ ആർച്ച് ബിഷപ്പ് ദിയഗോ റവേല്ലിയും കോൺക്ലേവ് ഹാളിലേക്ക് പ്രവേശിക്കുകയും കാർഡിനൽ സംഘത്തിന്റെ ഡീനായിട്ടുള്ള കാർഡിനൽ ജോവാന്നി ബത്തീസ്താറെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടിയ ആളുടെ അടുത്ത് ചെന്ന് പത്രോസിന്റെ പിൻഗാമിയും റോമാ മെത്രാനും സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനുമാകുന്ന താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നോ എന്ന് അദ്ദേഹത്തോട് സമ്മതം ചോദിക്കുകയാണ്. ഈ സമ്മതം പറയുന്ന സമയത്ത് അതിനെ തുടർന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഏത് പേരിലാണ് താങ്കൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ മാർപ്പാപ്പായുടെ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമ്മതം പറയുന്ന നിമിഷം പത്രോസിന്റെ പിൻഗാമിയായിട്ട് സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായിട്ട് റോമായുടെ മെത്രാനായിട്ട് അദ്ദേഹത്തിന് സമ്പൂർണ്ണ അധികാരം ലഭിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സമ്മതവും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പുതിയ പേരും തുടർന്ന് ഔദ്യോഗിക രേഖകളിൽ മാസ്റ്റർ ഓഫ് സെറിമണിയുടെയും അതുപോലെ തന്നെ കാർഡിനൽ സംഘത്തിന്റെ സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ രേഖപ്പെടുത്തുകയും ആ നിമിഷം കോൺക്ലേവ് സമാപിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നടക്കുന്നത് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾ സംഘം പുതിയ മാർപ്പാപ്പയ്ക്ക് പത്രോസിന്റെ ഈ പിൻഗാമിക്ക് തങ്ങളുടെ ആദരവും അനുമോദനവും അദ്ദേഹത്തോടുള്ള തങ്ങളുടെ വിധേയത്വവും പ്രഖ്യാപിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. ഇതിന്റെ അവസാനമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചരിത്ര പ്രസിദ്ധമായ ബാൽക്കണിയിലേക്ക് പുതിയ മാർപ്പാപ്പയെ കാർഡിനൽ സംഘത്തിന്റെ പ്രോട്ടോ ഡീക്കൻ എന്നറിയപ്പെടുന്ന ഡൊമിനിക്കോ മംബെർത്തി അദ്ദേഹം ആനയിക്കുന്ന കർമ്മം നടക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു വാചകത്തോടെയാണ് ലോകത്തിന് അദ്ദേഹം പുതിയ മാർപ്പാപ്പയെ പരിചയപ്പെടുത്തുന്നത്. അനുൻസിയോ വോബിസ് ഗൗദിയും മാന്യും അബേമൂസ് പാപ്പാം. ലോകം കാത്തിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ്. അബേമൂസ് പാപ്പാം, നമുക്ക് ഒരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വലിയ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് പുതിയ മാർപ്പാപ്പയെ കാർഡിനൽ സംഘത്തിന്റെ പ്രോട്ടോഡീക്കൻ ഡൊമിനിക് മാംബെർത്ത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. തുടർന്ന് നടക്കുന്നത് ഊർബിയത്ത് ഓർബി എന്നറിയപ്പെടുന്ന നഗരത്തിനും ലോകത്തിനുമുള്ള മാർപ്പാപ്പയുടെ ശ്ലൈഹികമായ ആശീർവാദമാണ്. അദ്ദേഹം റോമാ നഗരത്തെയും ലോകത്തെയും ആശീർവദിക്കുന്ന ഒരു കർമ്മത്തോടുകൂടിയാണ് ഈ ഒരു കോൺക്ലേവിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാവുന്നത്. പത്രോസിന്റെ 267ാമത്തെ പിൻഗാമി സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ റോമാരൂപതയുടെ മെത്രാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ഉചിതമായ സൗകര്യമനുസരിച്ചുള്ള സമയത്ത് റോമാരൂപതയുടെ ആസ്ഥാന ദേവാലയമായിട്ടുള്ള സാൻ ജോവാനി ലാറ്ററൻ ദേവാലയത്തിലെ അദ്ദേഹത്തിന്റെ ശ്ലൈഹിക ഇരിപ്പിടത്തിൽ അദ്ദേഹം ഉപവിഷ്ടനാകുന്ന സ്ഥാനാരോഹണ ചടങ്ങോടുകൂടിയാണ് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാവുന്നത്. അപ്പോൾ ലോകം വത്തിക്കാനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിമർശകരോ ഉപജാപങ്ങളോ ഊഹാപോഹങ്ങളോ പ്രചരിപ്പിക്കുന്നവരോ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവരോ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണ്? വത്തിക്കാനിൽ ഒരുമിച്ച് കൂടുന്ന കർദിനാൾ സംഘത്തിന് തികഞ്ഞ ബോധ്യമുണ്ട് തങ്ങൾ ഏർപ്പെടുന്ന ഈ ഒരു കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച്. ലോകത്തിന്റെ മനസാക്ഷി അഭംഗുരം കാത്തുസൂക്ഷിക്കപ്പെടണം. ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും മാനവികതയുടെയും വിശ്വാസത്തിന്റെയും സ്വരമായിട്ട്
വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയുടെ സ്വരം ഉയർന്നുകൊണ്ടേയിരിക്കണം. ലോകത്തിന് മാർഗദീപമായിട്ട്, മാനവ സമൂഹത്തിന് പ്രത്യാശയുടെ ഗോപുരമായിട്ട് ആ സ്ഥാനവും ആ സ്വരവും നിരന്തരം ഉയരണം എന്ന് ആഗ്രഹവും തികഞ്ഞ ബോധ്യവുമുള്ള കാർഡിനൽ സംഘം തികഞ്ഞ പ്രാർത്ഥനയോടെ ധ്യാനാത്മകമായി വളരെ വിചിന്തനങ്ങൾക്ക് ശേഷമാണ് ഓരോ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അറിയുന്ന, വളരെ സങ്കീർണതകളിലൂടെ വിശ്വാസത്തിന്റെ കോട്ടകൾ തകരുന്ന, ലോകം അതിന്റെ എല്ലാ മാനവിക മൂല്യങ്ങളിൽ നിന്നും പിറകോട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ലോകത്തിന്റെ മനസാക്ഷിയായിട്ട്, ധാർമ്മികതയുടെ സ്വരമായിട്ട്, ദൈവവിശ്വാസത്തിന്റെ പ്രസക്തിയെ സമകാലിക ലോകത്തോട് സംവദിക്കാൻ പറ്റുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് പത്രോസിന്റെ പിൻഗാമിയെ, ഏറ്റവും ഉചിതമായ യോഗ്യനായ വ്യക്തിയെ, ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന്, ഈ കാർഡിനൽ സംഘത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ലോകത്ത് നിന്ന് ഈ കാലഘട്ടങ്ങൾ ഉയരേണ്ടത്. നമുക്ക് എല്ലാ കണ്ണുകളും വത്തിക്കാനിലേക്ക് തുറന്നിരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ കാലത്തിനും കർത്താവിന്റെ സഭയ്ക്കും ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ, പ്രാർത്ഥന നിർഭരരായി സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ചിരിക്കുന്ന കർദിനാൾ സംഘത്തിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഹൃദയപൂർവകമായ പ്രാർത്ഥനയോടുകൂടി ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.